ഹായ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ദീപാവലി വന്നിട്ടോ, എല്ലാവരും നല്ല എൻജോയ് ചെയ്യണം. പിന്നെ ഇവിടെ ദീപാവലിയുടെ അന്ന് ഇവിടെ ചിക്കൻ മട്ടനൊക്കെ തമിഴ്നാട്ടിൽ അങ്ങനെയാണ് കേട്ടോ. അതുകൊണ്ട് ഈ പ്രാവശ്യം ഞങ്ങൾ ഫിഷാണ് എടുത്തത്. കുറച്ച് ഇവിടെ വേഗം വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് വീടെല്ലാം തുടച്ച് വിടണം. അതുകൊണ്ട് ആ എടുക്കുന്ന അന്നേക്ക് വൈകുന്നേരത്തിനുള്ളിൽ അത് തീർത്തിരിക്കണം, അത് എന്തായാലും ശരി. അങ്ങനെ വീട് തുടയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാത്രമേ എടുത്തുള്ളൂ. പിന്നെ അതിൽ കുറച്ച് കറി വെക്കാനുള്ളതൊക്കെ എടുത്തിട്ട് കുറച്ച് ഒരു 2-3 പീസ് എടുത്ത് ഞാൻ ഫ്രൈ ചെയ്തു. മോൻ ഫ്രൈ ചെയ്യുന്നതേ കഴിക്കുള്ളൂ. പിന്നെ ഇഞ്ചി, ചുവന്നുള്ളി, വെളുത്തുള്ളി ഇതെല്ലാം ഞാൻ ചതച്ചിട്ടിട്ട് അത് മുളക് പൊടി മസാല, പിന്നെ ഫിഷ് കറി മസാല, മല്ലിപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്ത്, പിന്നെ തേങ്ങ സെപ്പറേറ്റ് അരച്ച് ചേർത്ത് മീൻ കറി വെച്ചിട്ടോ. പിന്നെ പുളി എന്താ പറയുക, പിഴുപുളിയായിരുന്നു. ഞാൻ ഇവിടെ നാട്ടിലെ വടക്കം പുളി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് തീർന്നു പോയി. അതുകൊണ്ട് ഈ പുളിയായിട്ട് എനിക്ക് ആ പുളിയാണ് ഇഷ്ടം. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. പിന്നെ രാവിലെ ഇഡ്ഡലിയുടെ കൂടെ കുറച്ചേ കഴിക്കുള്ളൂ. മീൻ രാവിലെ എങ്ങനെ തിന്നുന്നതെന്ന് വെച്ചിട്ട് കുറച്ച് ചാറെടുത്ത് കഴിച്ചിട്ട്, പിന്നെ ഉച്ചയായപ്പോഴത്തേക്ക് ചോറിൻ്റെ കൂടെ നല്ല എല്ലാവരും എൻജോയ് ചെയ്ത് നല്ലപോലെ കഴിച്ച്. പിന്നെ എന്താ പറയുക, പട്ടാസ് തോക്ക്, മോനൊരു തോക്ക് വാങ്ങിയിട്ട് വന്നായിരുന്നു കേട്ടോ. അത് പട്ടാസൊക്കെ നിറച്ചിട്ട് ഞാനാണ് നിറച്ച് കൊടുക്കുന്നത്. മോന് പേടിയാട്ടോ, അതുകൊണ്ട് അങ്ങനെ പട്ടാസൊക്കെ നിറച്ചിട്ട് മോനും വെടിച്ച് രസിച്ചിട്ടിരുന്നോ. കുറച്ച് നേരമായപ്പോൾ അമ്മ നീയും കൂടെ വെടിച്ച് പാര്, നീയും കൂടെ ഇതൊന്ന് ട്രൈ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നു. പിന്നെ ഞാനും അതെടുത്ത് ട്രൈ ചെയ്തിട്ടോ. പിന്നെ മീൻ മസാല എല്ലാം ചേർത്ത് മീൻ വറുത്തെടുത്തിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഫിഷ് ഫ്രൈ മസാല ചേർത്തിട്ട് കുഞ്ഞിലെ ഈ തോക്കൊക്കെ വെച്ച് വെടിച്ച് പൊട്ടിച്ചുള്ളതുകൊണ്ട് പിന്നെ ആ ഒരു ഓർമ്മയിൽ ഞാനും ഒന്ന് എന്താ പറയുക ട്രൈ ചെയ്ത് വളരെ സന്തോഷമായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഈശ്വരൻ നന്മ വരുത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഒന്നുകൂടി എല്ലാവർക്കും ദീപാവലി ആശംസകൾ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ കുഞ്ഞു വീഡിയോ കണ്ട് നിങ്ങൾ എൻജോയ് ചെയ്യൂ, എല്ലാവരും സന്തോഷമായിരിക്കും. പിന്നെ പട്ടാസൊക്കെ എന്താ പറയുക, കുട്ടികളുടെ അടുത്ത് അധികമൊന്നും കൊണ്ടുപോകാൻ പാടില്ല കേട്ടോ. ഭയങ്കര കെയർഫുള്ളായിട്ട് വെക്കണം. ഞാനിവിടെ അങ്ങനെയാണ്. മോനത് അതിൻ്റെ അടുത്തേക്ക് ഒരു റൂമിൽ കൊണ്ട് വയ്ക്കുക, അതിൻ്റെ അടുത്തേക്ക് പോയാൽ ഞാൻ അവനെ വിടുകയില്ല, എന്നിട്ട് ഭയപ്പെടുത്തിയിട്ട് അവിടെ ഇട്ടു. ഓക്കെ, സോ താങ്ക് യു.